ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജോഷി. സ്ഥലം തിരുവനന്തപുരത്താണ്. നിയമസഭാ സെക്രട്ടറിയിൽ ഞാൻ ജോലി ചെയ്യുക. എനിക്ക് കാനഡ വിസിറ്റിംഗ് വിസ കിട്ടി. ഞാൻ കാനഡ വിസിറ്റിംഗ് വിസ എടുത്തത് കോട്ടയം കാനപ്രൂവ് വഴിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ കോട്ടയം കാനപ്രൂവിലെത്തി എന്നുള്ള ഒരു ബ്രീഫായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകൾ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എബ്രോഡ് സ്റ്റഡി ചെയ്യണം എന്നുള്ള ആഗ്രഹമോട് പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ ആൾമോസ്റ്റ് ഒരു നല്ല കൺസൾട്ടൻസിയിൽ നിന്നും ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും നല്ലതെന്ന് തോന്നിയത് കോട്ടയം കാനപ്രൂവാണ്. എൻ്റെ ആ ധാരണ തെറ്റിയില്ല. കാനഡയിലെ തന്നെ നല്ലൊരു സിറ്റി ടൊറൻറ്റോയിൽ ഹംബർ എന്ന് പറയുന്ന ഒരു നല്ലൊരു കോളേജിൽ നല്ലൊരു പ്രോഗ്രാമിന് അവൾക്ക് അഡ്മിഷൻ കിട്ടി. കൺവക്കേഷൻ സമയമായപ്പോഴും ഞാൻ വിസിറ്റിംഗ് വിസയെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം കാനഡയിൽ വിസിറ്റിംഗ് വിസ എപ്പോഴും കിട്ടത്തില്ല. അതിന് എടുക്കേണ്ട ചില സമയങ്ങളുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ കാനഡ വിസിറ്റിംഗ് വിസ ഇഷ്യൂ. അതിലൊന്നാണ് സ്റ്റുഡൻറ്റിൻ്റെ കോളേജ് കൺവക്കേഷൻ. ആ ടൈമിൽ പേരൻസിന് ഇൻവിറ്റേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല, രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ നേരെ കോട്ടയം കാനപ്രൂവിനെ കോൺടാക്ട് ചെയ്തു. അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. സാറിന് കാനഡ വിസിറ്റിംഗ് വിസയിൽ IRCC പറയുന്ന കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. വിസിറ്റിംഗ് വിസയ്ക്ക് ഇന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ആ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താലും വിസിറ്റിംഗ് വിസ കിട്ടാതിരിക്കാം. റിജക്ഷൻ സാധ്യതകൾ ഒത്തിരി ഉള്ളതാണ് ഈ സ്റ്റേറ്റ്സിലെയും കാനഡയിലെയൊക്കെ വിസിറ്റിംഗ് വിസകൾ. കോട്ടയം കാനപ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബ്മിറ്റ് ചെയ്യുന്ന ഈ ഡോക്യുമെൻറ്റ്സിൽ ഓരോ വരികളുടെ ഇടയിലും റിജക്ഷൻ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചികഞ്ഞ് നോക്കും. നമ്മൾ പോലും ശ്രദ്ധിക്കത്തില്ല. എന്നിട്ട് ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു റിജക്ഷൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വയ്ക്കും. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ അത് നമ്മൾ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവർ ഇന്ന സാധനം കൂടെ എക്സ്ട്രാ വേണമെന്ന് പറയും. അത് ഏത് വഴി പോയാൽ കിട്ടുമെന്നും അവർ തന്നെ പറയും. നമ്മൾ ആ വഴി കൂടെ പോയാൽ അത് തന്നെ അവർ ചെയ്യും. അതുകൊണ്ട് അതൊന്നും നമ്മൾ പറയിട്ട് ചെയ്യേണ്ടതില്ല. എല്ലാം അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല ബയോമെട്രിക്സ് കഴിഞ്ഞ് 14ാമത്തെ ദിവസം വിസിറ്റിംഗ് വിസ അപ്രൂവ് ചെയ്ത് കിട്ടി. കോട്ടയം കാനപ്രൂവിനോട് വളരെ നന്ദിയുണ്ട് എനിക്ക് ഈ വിസിറ്റിംഗ് വിസ കിട്ടിയതിൽ.